ഇവിടെ തന്നെ 25 കൊല്ലമായിട്ട് ഞാനിവിടെ MLA ഏറ്റവും കൂടുതൽ വികസനം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതിലൊന്നും വിമർശിക്കാനില്ല. ഗണേഷ് കുമാർ സാർ വിജയിക്കും. ഗണേഷ് എവിടെ ജയിക്കുന്നുണ്ട്? ഗണേഷ് കുമാർ ഒരു സംശയമില്ല. 10,000 വോട്ടിന് മേൽ ഭൂരിപക്ഷത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ജയിക്കും. ഗണേഷ് കുമാർ സാർ വിജയിക്കും. എന്താണ് ഇത്ര ആത്മവിശ്വാസം? തീർച്ചയായിട്ടും അദ്ദേഹം ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ മതി. ഈ ഒരുപാട് വിമർശനങ്ങൾ നിലവിലുണ്ടല്ലോ, അതൊന്നും തിരിച്ചടിയാകാൻ സാധ്യതയില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ്. മണ്ഡലത്തിൽ നിങ്ങൾ ഉടനീളം യാത്ര ചെയ്ത് നോക്കിയാൽ അറിയാം. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി, എടുത്തു പറഞ്ഞാൽ കഴിഞ്ഞ ഈ 5 വർഷം കേരളത്തിലെ ഏത് ഒരു നിയോജനം എടുത്താൽ അതിനേക്കാൾ കൂടുതൽ വികസനം നടന്നിട്ടുള്ളൊരു പ്രദേശമാണ് ഈ പത്തനാപുരം എന്ന് പറയുന്നത്. ഈ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പുള്ളി എപ്പോഴും ഈ ഗണേഷ് കുമാറുമായിട്ട് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതൊരു ശക്തമായ പോരാട്ടത്തിന് സാധ്യത വരുത്തുന്നില്ലേ? അല്ല, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പം മത്സരം നടക്കുമല്ലോ, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു വിജയ സാധ്യത? ഗണേഷ് കുമാർ അത് തന്നെയാണോ ആഗ്രഹം? തീർച്ചയായും. എന്താണ് ഇത്ര? നാടിന്റെ പത്തനാപുരത്തിന്റെ വികസനം വെച്ച് നോക്കിയാൽ 7ഓളം പാലങ്ങൾ, റോഡ്, ആശുപത്രി, 100 കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ചിരുന്ന ആശുപത്രി, ഇതൊക്കെ പോരെ. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ഇനി ഉണ്ടോ ഈ നാട്ടിൽ മാറ്റം വരേണ്ടതായിട്ടോ? പുതിയ പുള്ളിയുടെ മനസ്സിൽ അനേകം കാഴ്ചപ്പാടുകളുള്ള വ്യക്തിത്വം, ആ കാഴ്ചപ്പാടുകൾ പൂർത്തീകരിക്കാൻ അദ്ദേഹം തന്നെ ജയിക്കും. ഗണേഷ് കുമാർ ഇല്ല, തീർച്ചയായിട്ടും ഗണേഷ് എവിടെ ജയിക്കുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളി തന്നെ വരണം, അതാണ് ആഗ്രഹം. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം അത് തന്നെ. കാര്യം പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ വലിയ മാറ്റങ്ങൾ വരേണ്ടുന്ന സാഹചര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന്റെ ആവശ്യം പത്തനാപുരത്തുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. പുള്ളി വരുവാന്നുണ്ടെങ്കിൽ പുതിയ മാറ്റങ്ങൾ അത് ആ മാറ്റം വരണമെന്ന് നമ്മുടെ ആഗ്രഹം. ഓർക്കുക, KB ഗണേഷ് കുമാറാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ടെലിവിഷനാണ് നമ്മുടെ ചിഹ്നം. ആര് വന്നാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് എഴുതി തന്നെ അവഗണിച്ച പുനരുദ്ധാരണത്തിന് എന്നാണ് വിശ്വാസം. പുള്ളിയുടെ ആ പ്രവർത്തനം അതേപോലുള്ളതാണ്. ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടൽ എങ്ങനെയാണ്? ഇവിടെ മാത്രമല്ല, എല്ലാ പൊതുജനങ്ങൾക്കും പുള്ളിയെ കുറിച്ച് നല്ല താല്പര്യം, അഭിപ്രായങ്ങളാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ മേഖലകളിലും. അപ്പൊ പുള്ളി തന്നെ ഇവിടെ അടുത്ത ആളാവണമെന്നുള്ള ആഗ്രഹമാണ്. നിങ്ങൾ കണ്ട് പരിചയമുണ്ടോ? സംസാരിക്കാറുണ്ടോ? കണ്ട് കൈ കാണിക്കുകയൊക്കെ ചെയ്യും. കാര്യം നമ്മൾ പത്തനാപുരത്തുള്ള, അതുകൊണ്ട് ഞങ്ങൾ കാണും, കൈ കാണിക്കും, സംസാരിക്കാനുള്ള സമയം കാണുന്നില്ല. ശരിയെന്നാ പറഞ്ഞ എന്റെ കൂട്ടാൻ്റെ ഉണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ പത്തനാപുരത്ത് ജീവിക്കുന്ന ഒരാള് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ KSRTC മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് പത്തനാപുരത്തുകാരനാണ്. ആർക്കൊപ്പമാണ്? ഗണേഷ് കുമാർ. ഒരു സംശയമില്ല. 10,000 വോട്ടിന് മേൽ ഭൂരിപക്ഷത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ജയിക്കും. എന്താണ് ഈ തുടർച്ചയായിട്ടുള്ള ഭരണവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, ഇത് റോഡിന്റെ പ്രശ്നങ്ങൾ, അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ പ്രശ്നം വരുന്ന സമയത്ത് ഓരോരുത്തർ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഈ റോഡ് മൊത്തം ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോയത്. ഇപ്പൊ അത്യാവശ്യം ഉടനെ ഇപ്പൊ ഒരു 10 ദിവസത്തിനകത്ത് ചെയ്യുമായിരുന്നു. ഇപ്പം ഇലക്ഷൻ കമ്മീഷന്റെ എന്തോ പ്രശ്നത്തിൽ ഇത് സ്റ്റേ ചെയ്ത് വെച്ചേക്കുവാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 10 ദിവസത്തിനകത്ത് ഇത് ടാറിങ് പൂർത്തിയാക്കി നമുക്ക് ഗതാഗത യോഗ്യ തന്നേനായിരുന്നു. ഈ 10 ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 10 ദിവസം എന്ന് പറയുമ്പോൾ അതായത് 5-10 വർഷമായല്ലോ. ഈ 10 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് 10 ദിവസം കൊണ്ട് ചെയ്തേനെ എന്നുള്ളൊരു വിമർശനം വരുമല്ലോ. ഇത് പറഞ്ഞില്ലേ, ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ റോഡ് പണി തുടങ്ങിയ കാലം മുതൽ ഓരോ രീതിയിലുള്ള നമ്മുടെ ഒരാൾ കൊണ്ടുവന്ന ഒരു വസ്തുവിന്റെ ഇതെടുക്കുമ്പോൾ തന്നെ അവിടെ സ്റ്റേ കൊടുക്കുവാണ്. ആ സ്റ്റേ കൊടുത്തു കഴിയുമ്പോഴത്തേനും പിന്നെ അത് അഴിച്ചു കൊണ്ടുവരുമ്പോൾ വീണ്ടും അടുത്ത ആൾ കൊണ്ടുവന്ന് സ്റ്റേ കൊടുക്കുവാണ്. അങ്ങനെ ഈ റോഡിന്റെ പണി ഇങ്ങനെ നാട്ടുകാർ തന്നെയാണ് ഇത് തടഞ്ഞത്. എന്നിട്ട് നാട്ടുകാർ തന്നെ ആവശ്യമില്ലാത്ത വർത്തമാനം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ ഈ ഇലക്ഷന്റെ ഈ അവസ്ഥ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് നമുക്ക് റോഡ് ഫുള്ള് ടാർ ചെയ്ത് ക്ലിയറാക്കി തന്നേനായിരുന്നു. പൊതുവെ എങ്ങനെയുണ്ട് ഈ നാട്ടിലെ റോഡിന്റെ കാര്യങ്ങൾ? പൊതുവെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളം എത്തത്തില്ലായിരുന്നു, ആ കുടിവെള്ളത്തിന്റെ ഇതും പൈപ്പ് ലൈനും എല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മന്ത്രി എന്നുള്ള നിലയിലായാലും MLA എന്നുള്ള നിലയിലായാലും 10-25 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇങ്ങനെ ഇറങ്ങിയതാ, അല്ല മറ്റു വിശേഷമൊന്നും പറയാനില്ല. എന്താ പറയാന്, നമ്മളൊരു പ്രവർത്തനത്തിന് ഇറങ്ങുന്നില്ല. പ്രവർത്തനത്തിനൊന്നും ഇറങ്ങണ്ട. നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, ഒരു പൗരനാണല്ലോ. അപ്പൊ ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ആർക്കാണ്? ഗണേഷ് കുമാറിന് ഒരു സംശയമില്ല.
എനിക്ക് സംശയമില്ല. ഇഷ്ടമാണോ പുള്ളിനെ? പുള്ളിനെ ഇഷ്ടമല്ല. പുള്ളി ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അതേ കണക്കാ ഞങ്ങൾ കണക്ക് കൂട്ടിയിരിക്കും. ഞാൻ CPM-കാരൻ്റെ 57 മുതൽ CPM-ൻ്റെ പ്രവർത്തകനാണ്. ഞാൻ ബ്രാഞ്ച് മെമ്പർ വരെ ആയതാണ്. ഞാൻ ഇപ്പോൾ ഒഴിഞ്ഞേക്ക് എനിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അതുകൊണ്ടാ പറഞ്ഞത്. ഇവിടെ അതാ സാഹചര്യം. എന്തായാലും ഗണേഷ് കുമാർ തന്നെ. ഇവിടെ ആരാണ് ജയിക്കുക? അതല്ലല്ലോ അങ്ങനെയല്ലല്ലോ വരും. എന്നാലും ആര് വരാനാണ് സാധ്യത? സാധ്യത ഈ പത്തനാപുരത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ കുഴപ്പമില്ല. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ആവശ്യങ്ങൾ നമ്മുടെ ഈ സ്കൂളിന്റെ ഒരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് പുള്ളി വന്നാ മാറ്റി തരുന്ന ഉറപ്പാണ്. പുള്ളി ചെയ്തോണ്ടിരിക്കുന്നതല്ലേ, എന്തായാലും ചെയ്യുമായിരിക്കും. ഒരു മാറ്റം വേണമെന്ന് തോന്നുന്നു. മാറ്റം വേണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നില്ല. നാട്ടുകാർക്ക് എല്ലാ കാര്യത്തിലും സംതൃപ്തിയാണ്. കുടിവെള്ളം അടക്കം എല്ലാം കൊടുക്കാൻ കഴിഞ്ഞ നല്ല പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതല്ല, വേറെ വിമർശനമല്ല അവർ ഉദ്ദേശിക്കുന്നത്. വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള UDF-ന്റെ ഒരു വികൃതമായ മുഖമാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്നത് പോലെ വിമർശിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു അഞ്ചു കൊല്ലമായിട്ട് ഞാൻ MLA-യും ഇവിടെ തന്നെ 25 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ MLA. ഏറ്റവും കൂടുതൽ വികസനം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതിലൊന്നും വിമർശിക്കാനില്ല. ഞാൻ പണിത ഒരു സാധനത്തിനും കേടുപാട് സംഭവിച്ചിട്ടില്ല. ഞാൻ പണിയിച്ച ഒരു സാധനത്തിന് കേടുപാട് സംഭവിച്ചിട്ടില്ല. എല്ലാ ബിൽഡിങ്ങുകളും സ്ട്രോങ് ആണ്, പെർഫെക്റ്റ് ആണ്, നല്ലതാണ്. എല്ലാ വർക്കുകളും, റോഡുകൾ പോലും 8 വർഷം, കിഴക്കേത്തെരുവിൽ നിന്ന് പത്തനാപുരത്തേക്ക് പോകുന്ന റോഡ് 8 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴാണ് വീണ്ടും അതിനെ റീവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു കട്ടർ പോലും ഇല്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ നല്ല വർക്കുകളൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പൊ അത്രയും നല്ല വികസന പ്രവർത്തനം കൊണ്ടുവരൽ മാത്രമല്ല, അതിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്ന ഒരാളായി. വിമർശിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലാൻഡ് ആയിട്ട് ചില ഫേക്ക് ആയിട്ടുള്ള ചില സ്റ്റോറികൾ ഉണ്ടാക്കും. അതൊന്നും പത്തനാപുരം ജനങ്ങളെ അറിയില്ല. ഇതൊക്കെ ഇലക്ഷൻ വരുമ്പോഴേ ഉള്ളൂ. ഞാൻ 2.5 വർഷം KSRTC നയിച്ചു, ട്രാൻസ്പോർട്ട് വകുപ്പിനെ നയിച്ചു. ആർക്കും പരാതി ഉണ്ടായിരുന്നു. ഉള്ളാമെന്നല്ലേ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ അതിനെ മാറ്റിയെടുക്കാൻ ജനങ്ങൾക്ക് KSRTC പറ്റി ഒരു സങ്കല്പം, ആ സങ്കല്പം അനുസരിച്ച് KSRTC അതുകൊണ്ടാണ് അത് വിജയിച്ചത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ KSRTC വരുത്തിയപ്പോൾ അത് വിജയിച്ചു. സിനിമ എടുക്കുന്ന പോലെയാണ്. ജനങ്ങളുടെ പ്രേക്ഷകന്റെ ടേസ്റ്റിനനുസരിച്ച് സിനിമ എടുത്താൽ സിനിമ ഓടും. അതേ ഫോർമുലയാണ്. ഈ പറയുന്നത് പോലെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേണ്ടി കരിവാരി തേക്കുന്ന ചില ഈ അനൗൺസ്മെന്റുകൾ അടക്കമുണ്ട്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അത് പിടിക്കുകയും LDF പ്രവർത്തകർ അത് തടയുകയും അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചുകൊണ്ടുപോയ രേഖകളിൽ തന്നെ പിടിച്ചുകൊണ്ടുപോയ രേഖകളുണ്ടല്ലോ, രേഖകളിൽ തന്നെ അവരുടെ റെക്കോർഡഡ് ആയിട്ടുള്ള മാറ്റർ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഞങ്ങള് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിൽ വഴിയരികിൽ പരാതി പരാതിയിന്മേൽ നടപടി വരുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഉള്ള വീഡിയോ, ഓഡിയോ, സൗണ്ട് റെക്കോർഡ് സ്റ്റുഡിയോ വാടകയ്ക്കെടുത്ത് അസഭ്യം പറയുന്ന റെക്കോർഡിങ്ങുകൾ ഉണ്ടാക്കിയാണ് UDF രംഗത്ത് വന്നിരിക്കുന്നത്. അതൊക്കെ കോൺഗ്രസിന്റെ, മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ അധപതനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറയണം. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും വിജയശോഭാനത്തിലേക്ക് അനുഗ്രഹിച്ചാലും പത്തനാപുരത്തിന്റെ ജനനായകരുടെ ഈ വഴിപ്പാതയിലൂടെ കടന്നു വരികയാണ്. ഇവിടുത്തെ പ്രധാന വിഷയം KSRTC വളർച്ച മാത്രമല്ല, ഈ നാട്ടിൽ വന്നിട്ട് ഡെവലപ്മെന്റ്. അതോടൊപ്പം അവര് തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി KSRTC നയിച്ചപ്പോൾ അതിന് ഗുണമുണ്ടായി എന്നുള്ളത് പത്തനാപുരത്തുകാരെ സംബന്ധിച്ച് അഭിമാനമുള്ള കാര്യമാണ്. കാരണം അതിന്റെ ഒരു ക്രെഡിറ്റ് ഈ നാട്ടുകാർക്കാണ്. അവര് സെലക്ട് ചെയ്ത ആളാണ് ഞാൻ. സൗജന്യ യാത്രയാണ് ബസ് സർവീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF വരില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 1 മാസമേ പിന്നെ KSRTC ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളമുണ്ട്, ആനുകൂല്യമുണ്ട്, നാട്ടുകാർക്ക് വണ്ടിയുണ്ട്. ഇത് 1 മാസം കൊണ്ട് അടച്ച് 22,000 ജീവനക്കാരെ കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ ഈ നാടിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആളുകളും സ്വീകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
തിരക്ക് കൂട്ടണ്ട. തിരക്ക് കൂട്ടാതെ സ്വീകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുന്നു. എല്ലാവരെയും കസേരകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ സാരഥിയെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ സാരഥി നമ്മുടെ MLA-യും മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ കെ ബി ഗണേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും സ്വീകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും സ്വീകരണം നൽകണം. നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 25 വർഷക്കാലമായി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ച് വിശിഷ്യ നമ്മുടെ പഞ്ചായത്ത് ആവശ്യപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും നമുക്ക് നൽകി നമ്മെ സഹായിച്ചിട്ടുള്ള ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ വീണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. എല്ലാവരും സ്വീകരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി സംസാരിക്കും. വിഷ്ണു. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നൽകുകയാണ്. ബാലസംഘം കൂട്ടുകാർ TV നൽകി സ്വീകരിക്കുകയാണ്. TV നൽകി സ്വീകരിക്കുന്നു. നമ്മുടെ സാരഥിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള TV നൽകിക്കൊണ്ട് ബാലസംഘത്തിന്റെ മുതിർമേൽ യൂണിറ്റിലെ കൂട്ടുകാർ സ്വീകരണം നൽകുകയാണ്. ബാലസംഘം കൂട്ടുകാർ നൽകിയ സ്വീകരണം TV നൽകി സ്വീകരണം നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരണം നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സാരഥി സംസാരിക്കും.